എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉമാദേവി. എല്ലാവർക്കും എൻ്റെ ചാനൽ ഉമാ മഹേശ്വരത്തിലേക്ക് സ്വാഗതം. ഹരേ ഗുരുവായൂരപ്പ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഇന്ന് ഞാൻ 28ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ബ്രഹ്മാവും സത്യാന്വേഷണവും അതിനെക്കുറിച്ചാണ് ആചാര്യൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഭാഗവതം 3-ാം സ്കന്ധം 8-ാം അധ്യായത്തിലുള്ള ഒരു കഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഭഗവാൻ പ്രപഞ്ചം മുഴുവൻ സ്വശക്തിയിൽ ലയിപ്പിച്ച് യോഗനിദ്രയിലാണ്ടു. 1000 ചതുർയുഗങ്ങൾ കഴിഞ്ഞുപോയി. തുടർന്ന് കാലശക്തിയാൽ കർമാധീനായി തീർന്നിട്ട് തൻ്റെ ദേഹത്തിൽ ലയിച്ച് കിടക്കുന്ന ലോഹങ്ങളെ കാണാനിടയായി. കർമ്മത്താൽ ഉണർത്തപ്പെട്ട ഭഗവാൻ നാഭീദേശത്ത് പെട്ടെന്നൊരു താമര പ്രത്യക്ഷപ്പെട്ടു. തേജോമയമായ ആ താമരയിൽ സ്വയംഭൂവായ ബ്രഹ്മാവും കാണപ്പെട്ടു. ആ താമരയിൽ ഇരുന്നു കൊണ്ട് ബ്രഹ്മാവ് ചുറ്റും നോക്കി. അങ്ങനെയാണ് ബ്രഹ്മാവിന് 4 തലകൾ ഉണ്ടായതെന്ന് പറയുന്നു. എന്നിട്ടോ അദ്ദേഹം ലോകമൊന്നും കാണാൻ കഴിഞ്ഞില്ല. ആ അതിദേവന് തന്നെക്കുറിച്ചോ ലോകത്തിനെ കുറിച്ചോ ഒന്നും അറിയാനും കഴിഞ്ഞിട്ടില്ല. ഞാൻ ആര്? ഈ താമര ആര്? ഏത്? ഇതിൻ്റെ പിന്നിൽ വല്ല സത്യവും ഒളിഞ്ഞിരിപ്പുണ്ടോ? ഈ സംശയങ്ങൾ അദ്ദേഹത്തെ വ്യാകുലപ്പെടുത്തി. എന്നാൽ അനന്തരം ബ്രഹ്മാവ് ഇങ്ങനെ ചിന്തിച്ച് ആ താമരയുടെ തണ്ടിലെ നാഡികളിൽ കൂടി അത് നിൽക്കുന്ന ജലപ്പരപ്പിലേക്ക് കടന്നു. തണ്ടിൽ കൂടി വളരെയധികം താഴോട്ട് പോയിട്ടും അതിൻ്റെ ആശ്രയസ്ഥാനം കണ്ടുപിടിക്കാൻ ബ്രഹ്മദേവന് കഴിഞ്ഞില്ല. കുഴങ്ങിപ്പോയി. ഇതിനെയാണ് ആചാര്യൻ അംഭോജ സംഭവനും അമ്പോട് നീന്തിബത വൻ മോഹവാരിരിയിൽ എന്നേട മോർത്തുമമ എന്നുള്ള ആ പദങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ താമരയിലെ ബ്രഹ്മാവിനെ പറയുന്നത്, താമരയിലെ ബ്രഹ്മാവ് മനസ്സും ഈ മായാ വാരുതി എന്ന് പറയുന്നത് എന്താണ്? ജലവുമാണ്. നമ്മുടെ ഈ മായാമോഹം എന്ന് പറയുന്നത് ഒരു സമുദ്രമാണ്. ഈ അവിദ്യ എന്ന് പറയുന്നത് ഒരു സമുദ്രമാണ്. എല്ലാം നിറഞ്ഞത്, അതിലെല്ലാം ഉണ്ട്. സന്തോഷമുണ്ട്, സന്താപമുണ്ട്, അപകടമുണ്ട്, എല്ലാമുണ്ട്. ഇതിലെല്ലാം കൂടി കിടന്ന് ഈ മനസ്സെന്ന് പറയുന്ന ബ്രഹ്മദേവൻ എന്ന് പറയുന്ന മനസ്സാണ് നമ്മളിൽ ഓരോരുത്തരും ഇരിക്കുന്നതെന്നാണ് ഇവിടെ ആചാര്യൻ പറയുന്നത്. കാരണം ആ മനസ്സാണ് ഈ മോഹവാരുതിയിൽ കിടന്നത്. അതിന് കാരണം ബ്രഹ്മദേവൻ താമരയിൽ പ്രത്യക്ഷമായിട്ട് പോലും ആ ബ്രഹ്മദേവന് 100 സംവത്സരം വേണ്ടി വന്നു ഈ മായാമോഹം എന്താണെന്ന് മനസ്സിലാക്കാൻ. അതായത് താമരത്തണ്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു, ഉഴഞ്ഞു, വലഞ്ഞു, എന്താണെന്നും അറിയാനില്ല, ഒന്നും കാണുന്നതുമില്ല. അവസാനം ആ ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? ബ്രഹ്മദേവൻ സ്വയം തൻ്റെ സങ്കല്പങ്ങളെയെല്ലാം മാറ്റി ശമിപ്പിച്ചതിന് ശേഷം എന്താക്കി? മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി. മനസ്സിന് ഏകാഗ്രത കിട്ടുക എങ്ങനെയാണ്? മറ്റൊന്നിലും കുഴഞ്ഞു പോവാതെ, മറ്റൊരു ചിന്തകളിലും വരാതെ, ഒരു ചിന്ത പോലും ഇല്ലാതെ നമ്മുടെ മനസ്സ് ഏകാഗ്രമാവണം. അങ്ങനെ ഏകാഗ്രമാകുമ്പോഴേ നമുക്ക് എന്താവാൻ പറ്റൂ? നമുക്ക് തപസ്സോ അല്ലെങ്കിൽ യോഗയിലോ ഇരിക്കാൻ കഴിയുള്ളൂ, ഇല്ലേ? മറ്റ് ചിന്തകളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അതിലേക്ക് പോകാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അതില്ലാതാവണമെങ്കിൽ നമ്മൾ മുൻ ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞു, അത്തിപ്പഴത്തിലെ പുഴുവിനെ പോലെ നമ്മൾ മോഹത്തിൽ പെടാതെ നമ്മൾ നാമസങ്കീർത്തനങ്ങളൊക്കെ ചെയ്ത് നമ്മൾ സത്സംഗങ്ങൾ കൂടി നമ്മൾ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു അതിലെ സാരാംശങ്ങളൊക്കെ മനസ്സിൽ സത്സംഗങ്ങൾ കേട്ട് ആചാര്യന്മാരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കി സത്യാന്വേഷികൾ അത് അനുഭവിച്ചറിഞ്ഞ് അവർ കാര്യങ്ങൾ പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോഴേ നമുക്ക് ആ ഏകാഗ്രത എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ മായാമോഹത്തിൽ പെടുന്ന കുഴങ്ങുന്നവരാണ് മനുഷ്യർ. പക്ഷേ മനുഷ്യരിൽ അത്രത്തോളം വളരെ വാല്യൂട്ട് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്, മനസ്സ്. ആ മനസ്സാണ് നമ്മളെ മായാമോഹത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ അങ്ങോട്ട് വലിക്കുന്നത്. അത് ആ ഭഗവാന്റെ ശക്തിയാണ്, യോഗശക്തി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൽ പെടാതിരിക്കാനും നമുക്ക് പറ്റില്ല. പക്ഷേ നമുക്ക് തിരിച്ച് നമ്മുടെ യഥാർത്ഥ ജീവൻ മുക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? അപ്പോൾ ആ ജീവൻ മുക്തിയെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ നമ്മളിൽ എന്തുണ്ടാവണം? സാത്വികമായ ചിന്തകളും കാര്യങ്ങളുമായി നമ്മുടെ മനസ്സ് തെളിയണം. ഒരു കറ പോലും, ഒരു കുത്തുപോലും ഇല്ലാതെ മായയെക്കുറിച്ചുള്ള എല്ലാം മാറി നമ്മൾ എന്താവണം? സാത്വിക ഗുണത്തിൻ്റെ അറ്റം അവിടെ എത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ രീതിയിലേക്ക് അവിടുത്തെ ആ പ്രകാശത്താലുള്ള ജ്ഞാനം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ആ ജ്ഞാനത്തിലൂടെ നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് ആ യഥാർത്ഥ ജ്ഞാനം പരബ്രഹ്മത്തിൽ നമ്മുടെ ജീവനെ ലയിപ്പിക്കാനുള്ള വഴി അല്ലെങ്കിൽ അവസരം അതിലൂടെയാണ് നമുക്ക് മനസ്സിലാകുന്നതാണ് വസ്തുബോധമെന്ന് ഇവിടെ ആചാര്യൻ പുറകിലോട്ടുള്ള കഴിഞ്ഞു പോയ ശ്ലോകങ്ങളിൽ ഒരുപാട് തവണ ഭഗവാൻ ആചാര്യൻ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കണം, ഒരു ബ്രഹ്മദേവൻ അത്രത്തോളം കഷ്ടമുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള മനുഷ്യ മായയിൽപ്പെട്ടിടക്കാൻ നമുക്ക് എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ നമ്മൾ ഏത് തലത്തിൽ ഉയരണം?
ഏത് തലത്തിൽ നമ്മുടെ സങ്കീർത്തനവും നാമവും ജപവും സാധനയൊക്കെ എത്തണം. അപ്പോൾ ഇതൊരു ചില്ലറയായ കാര്യമല്ല, ഇതൊരു വാല്യുബിൾ ആയിട്ടുള്ള വലിയ ഒരു കാര്യമാണ്. അപ്പോൾ അതിന് അതിൻ്റേതായ എന്ത് കൊടുക്കണം, അതിൻ്റേതായ ഒരു വില കൊടുത്ത് വേണം നമ്മളതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ. അല്ലാതെ നമ്മുടെ ഈ മായയിൽപ്പെട്ട് കിടക്കുന്ന നമുക്കൊന്നും ഇതിൽ കയറിപ്പോയി രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പം നമ്മൾ ശ്രമിക്കണം, ശ്രമിച്ച് നമുക്ക് ഈ തലത്തിൽ എത്താൻ, നമ്മുടെ ജീവനെ മുക്തിയിലേക്ക്. കാരണം നമ്മൾ ജീവിതത്തിൽ എത്താൻ, നമ്മുടെ ജീവനെ മുക്തിയിലേക്ക്. കാരണം നമ്മൾ ഒരു ജീവൻ്റെ ഉദ്ദേശം മുക്തിയാണെങ്കിൽ നമ്മൾ എന്തെല്ലാം ഇനി ഇവിടെ കിടന്ന് ഈ മായയിൽപ്പെട്ട ഓരോ ജീവിച്ചുകൊണ്ട് നല്ല അവസാനം അതിലെത്തിയേ ജീവന് മുക്തി ഉണ്ടാവുള്ളൂ. അത് നമുക്ക് ആത്യന്തികമായ ആവശ്യവുമാണ് ജീവൻ്റെ. അപ്പോൾ അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെ ഭഗവത് കാരുണ്യമാണ്. ഭഗവത് കാരുണ്യം നമ്മുടെ സുഹൃതം കൊണ്ട് നമുക്ക് ആ അറിവ് കിട്ടുകയാണ്. ആ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താവാം, നമുക്ക് പുരോഗമിക്കാം. എങ്ങനെ? നമ്മുടെ മനസ്സിനെ ഇതൊക്കെ മായയാണ്, ഇതിൽ നിന്ന് നമ്മൾ കൂടുതൽ മുഴുകിയിരുന്ന നമ്മുടെ ജീവന് മുക്തി ഉണ്ടാവില്ല എന്നും നമ്മൾ ഇതിൽ നിന്ന് മുക്തരാവണമെന്നും നമ്മളുടെ ഒരു ഓർമ്മ, ഒരു ബോധം നമ്മളിൽ വളരും. അതിനാണ് ഇവിടെ ആചാര്യൻ പറയുന്നത്, നാമസങ്കീർത്തനമല്ലാതെ ഈ അഴുക്കുകളെ മാലിന്യങ്ങളെ ഒന്നും മാറ്റാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ അർപ്പണബോധം ഉണ്ടാവണം. എന്തിനാണ് നമ്മൾ എന്താണ്, നമ്മൾ എന്തിനാണ്, നമുക്ക് എന്ത് ചെയ്താലാണ് ഇതിനൊക്കെയുള്ള മാറ്റങ്ങൾ വരുന്നതെന്നുള്ള ആ ഭഗവാനോട് നമുക്ക് അർപ്പണബോധം, നമ്മുടെ ആത്മാവിനെ സമർപ്പിക്കണം ഭഗവാന്. അങ്ങനെ സമർപ്പിക്കുന്നവരോട് ഭഗവാന് കൂടുതൽ ആനുകൂല്യങ്ങൾ നമുക്ക് തരും. അതായത് ഭഗവാൻ പറയുന്നില്ലേ ഭഗവത്ഗീതയിലെ, നിന്റെ മനസ്സും ബുദ്ധിയും നീ എനിക്ക് നൽകിയാൽ നിന്റെ യോഗവും ക്ഷേമവും ഞാൻ നോക്കിക്കൊള്ളും എന്ന് ഭഗവാൻ വാക്ക് തരുന്നുണ്ട്. അപ്പം ആ തത്വമാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. അപ്പം നമ്മൾ ഭഗവാന് സറണ്ടർ ആവണം. ഈ ഭഗവാന് സറണ്ടർ ആവണം എന്ന് പറയുമ്പോൾ അത് വളരെ അത്രയും ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം മായ നമ്മളെ മോഹിപ്പിച്ച് നമ്മളെ ഒരു വഴിക്ക് കൊണ്ടുപോകും. ആ മായയിൽ നിന്ന് മാറി വരണ്ടേ നമ്മൾ. മായയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതിന് ഭഗവത് കാരുണ്യം വേണമെന്നും ഭഗവാൻ നമ്മളെ അതിനുവേണ്ടി ഈ മായയിലിട്ട് പരീക്ഷിക്കുമെന്നും കുറേ പേരെ പരീക്ഷിക്കുന്നുണ്ട്. കുറച്ച് കാരുണ്യത്തോട് കൂടി ഭഗവാൻ കുറച്ച് പേരെ സംരക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ രണ്ട് രീതിയിലും ഭഗവാൻ പെരുമാറുന്നുണ്ട് എന്ന് നമ്മളിവിടെ ആചാര്യൻ പഠിപ്പിക്കുന്നു. ഒരു ഭക്തന് ആവശ്യം എന്ന് പറഞ്ഞാൽ ഗാഠമായ അർപ്പണം. തിരിഞ്ഞും പിരിഞ്ഞും പിന്നെ നോക്കരുത്. നമുക്കിവിടെ ഒന്ന് സുഖം കിട്ടാൻ നമ്മൾ പോകും തോറും നമ്മൾ ദുഃഖിക്കുകയാണ് അല്ലേ. എന്തിലൊക്കെ നമ്മൾ സുഖം കണ്ടെത്തിയാൽ അത് അവസാനം ദുഃഖത്തിൽ ചെന്ന് വീഴുന്നു. അല്ലാതെ വേറെ ഒന്നും ഈ മായയിൽ നമുക്ക് കിട്ടുന്നില്ല അല്ലേ. ഒന്നിലൊരു സ്ഥലം മൊത്തം വെള്ളത്തിലായി ആൾക്കാർ കൂട്ടത്തോടെ മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ ജീവിതം ഇല്ലാതെ കുറേ പേര് അലയുന്നു. ജീവിതം എന്താണ് ജീവിതം? അതായത് ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു നൗകയാണ്. ഈ മായയും ഈ ജീവൻ മുക്തി തിരിച്ചറിയാനാണ് ഈ മായ ഇട്ടിരിക്കുന്നത്. ഈ മായയിലൂടെ നമ്മൾ കഷ്ടതകളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടാണ് നമ്മൾ അവസാനം ഭഗവാന് സറണ്ടർ ആവും. അത് അങ്ങനെ കിട്ടുന്നത്, ആ പരീക്ഷണങ്ങളും കാരുണ്യവും കിട്ടുന്നത് മഹാഭാഗ്യമാണ്, സുഹൃതമാണ്. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇതിൽ തന്നെ 100 യോനികളിൽ വീണ്ടും ജനിച്ച് നമ്മൾ വീണ്ടും വരും. പിന്നെ മനുഷ്യനായി കിട്ടുക എന്ന് പറഞ്ഞില്ലേ ബ്രഹ്മാവ് എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചിട്ട് തൃപ്തി വന്നിട്ടില്ല എന്ന്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴാണ് ഒരു സന്തോഷവും സമാധാനവും ഒക്കെ തോന്നി. കാരണം മനുഷ്യന് ബോധവും ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്, തിരിച്ചറിവുണ്ട്. മൃഗങ്ങൾക്ക് തിരിച്ചറിവുണ്ടോ? ഇല്ല. പക്ഷെ ഇന്നത്തെ കാലത്തോ മനുഷ്യർ മൃഗങ്ങളെ പോലെ തിരിച്ചറിവില്ലാതെയാണ് പെരുമാറുന്നത്. ഏത് എങ്ങനെ ശരിയൊന്നും അവർക്ക് കണ്ണിൽ കാണില്ല. സ്വാർത്ഥ മോഹത്തിന് വേണ്ടി അവരെന്തും ചെയ്യുന്ന ഒരവസ്ഥയിലാണ്. അങ്ങനെ നമ്മുടെ നാടും ലോകവും മനുഷ്യരും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കൊരു ഉയർച്ചയും കാര്യങ്ങളൊക്കെ നമുക്ക് നേടി നമ്മുടെ ആരാണ്, താമര ഏതാണ്, ജലം എന്താണ്, ഞാൻ ആരാണെന്ന് ബ്രഹ്മാവ് ചോദിച്ചു. നമ്മളിനി ചിന്തിക്കേണ്ടത് നമ്മളിലേക്ക് ഇറങ്ങുക. അതാണ് ഒറ്റ മാർഗം. പുറമേ കാണുന്ന കാഴ്ചകളിൽ നിന്ന് നമ്മൾ ഉൾവലിയണം. നമ്മൾ ഉൾവലിഞ്ഞ് നമ്മളിലേക്ക് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ എന്താണെന്നുള്ളത് ഒരു ചിന്ത നമുക്കുണ്ടാവും. അതുവരെ നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ അതിൽ കിടന്ന് മയങ്ങിപ്പോവും. കാരണം പല ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഈ മായയിൽ കിടന്ന് നമ്മൾ പടയ്ക്കുന്നത്. നമ്മൾ സ്വന്തമായിട്ട് നമ്മളിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവും. നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. താൻ ആര് ഇല്ലേ, തനിക്ക് എന്തൊക്കെ അറിയാം, തനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റുമോ, തനിക്ക് ഏത് തരത്തിലെ സ്വഭാവമാണ്, എന്തൊക്കെ സ്വഭാവ വൈകല്യങ്ങളുണ്ട്, ആ സ്വഭാവങ്ങൾ എങ്ങനെ മാറ്റണം, മറ്റുള്ളവർക്ക് ഉപദ്രവമല്ലാതെ എങ്ങനെ ജീവിക്കണം, ഈശ്വര സാക്ഷാത്കാരം കിട്ടാൻ എന്ത് ചെയ്യണം, പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും ഒക്കെ എന്താണ്, ഈ കർമ്മങ്ങളിൽ നമ്മൾ ഏത് രൂപത്തിലാണ് കർമ്മങ്ങൾ ചെയ്താലാണ് നമുക്ക് ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ കഴിയുക. ഇങ്ങനെയുള്ള തരത്തിലുള്ള ചിന്തകളിലൂടെ നമ്മളെ മനസ്സിലാക്കാൻ നമ്മൾ നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ മാത്രമേ തൻ്റെ ജീവൻ അഭിവൃദ്ധിയും തനിക്കൊരു ഇതുണ്ടാവുന്നുള്ളൂ. തനിക്കൊരു താൻ എന്തെന്നുള്ള ഒരു
ഉത്തരം കിട്ടുന്നുള്ളൂ. ഈ കാണുന്ന നമ്മളുടെ ദേഹത്താലല്ല, നമ്മൾ ദേഹം മാത്രമല്ല നമ്മളുടെ ഈ ജീവിതം എന്ന് പറയുന്നത്. ദേഹം മോഹത്താല് വേണ്ടി പ്രവർത്തിക്കുകയാണ്, മനസ്സ് അതിനല്ല ആഗ്രഹിക്കുന്നത്. പക്ഷേ മനസ്സിനെ നമ്മൾ മനഃപൂർവ്വം മായയിൽപ്പെടുത്തുന്നു സുഖഭോഗങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഈ സുഖഭോഗങ്ങളൊന്നും നമുക്ക് ശാശ്വതമല്ല എന്ന് പഠിക്കണം നമ്മൾ. അതിന് നമ്മൾ വേദപുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും സത്സംഗങ്ങളൊക്കെ കേട്ടാൽ മാത്രമേ നമ്മൾ മാറി ചിന്തിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇതിൽ തന്നെ ആയിരിക്കും, അത്തിപ്പഴത്തിലെ പുഴുവിനെ പോലെ. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ അതിൽ തന്നെ ഇത് തന്നെയാണ് എല്ലാം, ഇത് തന്നെയാണ് എൻ്റെ അവസാനം മൂക്കും കുത്തി താഴെ വീഴുമ്പോഴേ അറിവ് ഇതായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ വൈകിപ്പോവും. അതുകൊണ്ട് നമ്മൾ എന്താവണം, നമ്മുടെ മനസ്സ് ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ആ വഴിയിലേക്ക് നീങ്ങാനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയും വേദപുസ്തകങ്ങളും പുരാണങ്ങളും 18 പുരാണങ്ങൾ നമുക്കുണ്ട്. ഇതെല്ലാം ജീവൻ മുക്തി, പാപങ്ങളും പുണ്യങ്ങളും കർമ്മങ്ങളും ദോഷങ്ങളും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഏത് രൂപത്തിൽ വരും പോകുന്നൊക്കെയുള്ള ഓരോരോ പുരാണങ്ങളിൽ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വായിച്ചാൽ മാത്രം, നമ്മൾ ഈ മഹത് ഗ്രന്ഥങ്ങൾ വായിച്ചാൽ മാത്രം പോരാ, അതിനെ മനസ്സിലാക്കണം. ഒന്ന് തവണ 2 തവണ നമുക്ക് എല്ലാ പുരാണങ്ങളും നമുക്ക് വായിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്നെങ്കിലും അതിനാണ് നമുക്ക് തന്നിരിക്കുന്ന ഭഗവത്ഗീത, ഭാഗവതം. ഈ പുസ്തകങ്ങൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ കരഗതമാക്കാമെങ്കിൽ നമ്മുടെ ലക്ഷ്യം നമുക്ക് നിറവേറാൻ പറ്റും, നമുക്ക് മുക്തി ഉണ്ടാവും. നമ്മൾ ഇതിൽ നിന്നും പഠിക്കേണ്ടത്, നമുക്ക് ആദ്യം മുക്തി ഉണ്ടാവണം. ഈ മായാപ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് മുക്തി ഉണ്ടായാൽ മാത്രമേ നമുക്ക് ജീവൻ്റെ ആ ഉദ്ദേശം സാധിക്കുകയുള്ളൂ. കാരണം വരും ജന്മങ്ങളിൽ നമ്മുടെ ജന്മം കുറഞ്ഞിരിക്കും. നമ്മൾ ഇന്ന് മനുഷ്യനായിട്ട് ഇരുന്നിട്ട് ചെയ്യുന്ന ദുഷ്പ്രവർത്തികളോട് അടുത്ത് നമ്മൾ മനുഷ്യനായിട്ടായിരിക്കില്ല വരുന്നത്, വേറെ ജന്തുക്കളാവും അല്ലേ. എന്തെല്ലാം പറയുന്നത്, പൂച്ച, പട്ടി, പുഴു, പല്ലി, ഇങ്ങനെ ഓരോരോ എന്തൊക്കെയുണ്ടോ ഈ ചരാചരങ്ങളായിട്ട് കൂടെ കാണുന്ന എന്തെല്ലാം ഉണ്ടോ, മരങ്ങളായിട്ട് മാറാം, നദിയായിട്ട് മാറാം, എന്തൊക്കെ ഓരോരോ പ്രവൃത്തികൾ കൊണ്ടാണ് നമ്മൾ ആ ഒരു തലങ്ങളിലേക്ക് നമ്മുടെ ജന്മങ്ങൾ പോകുന്നത്. പക്ഷേ ഏത് ജന്മങ്ങളിൽ പോയാലും നമ്മുടെ ജന്മോദ്ദേശം പരബ്രഹ്മത്തിൽ ലയിക്കുക എന്നുള്ളത് തന്നെയാണ് ജീവന് മുക്തി കിട്ടുക. അത് അവിടെ ചെന്നാലേ മുക്തി കിട്ടും. ഒരു കുട്ടി കരയുന്നു, അതിൻ്റെ അമ്മയെ കാണുന്നത് വരെ അത് കരയില്ലേ, വാശി പിടിക്കുന്നു, നിർബന്ധം പിടിക്കുന്നു, ആരൊക്കെ എടുത്ത് കരച്ചിലാറ്റിയാലും ആ കുഞ്ഞിൻ്റെ കരച്ചിൽ നിൽക്കില്ല. നേരെ മറിച്ച് ആ കുഞ്ഞിൻ്റെ അമ്മയെ കണ്ടു കഴിയുമ്പോൾ ആ കുട്ടിയുടെ എന്താവും എൻ്റെ മനസ്സ്, സന്തോഷം കൊണ്ട് ചിരിച്ച് കളിച്ച് അത് അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. എന്താണ് അതിൻ്റെ ആത്യന്തികമായ ആഗ്രഹവും ഇഷ്ടവും എന്താണ്, അതിൻ്റെ അമ്മയാണ്. അതുപോലെ നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് കുട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജന്മജീവൻ. ഈ ജീവൻ്റെ ആഗ്രഹം നമ്മൾ നിലവിളിക്കുന്നുണ്ട്. ഈ മായക്കടലിൽ കിടന്ന് നിലവിളിക്കുകയാണ്, എൻ്റെ അമ്മയെ, എൻ്റെ പരംപിതാവേ, ഞാൻ എവിടെയാണ്, എനിക്ക് എന്താണ് വേണ്ടത്, നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് ചേരുകയാണെന്നുള്ളതാണ് നമ്മുടെ ജീവൻ്റെ ലക്ഷ്യം. ഒരു കുട്ടിയോട് തന്നെ ഉപമിക്കാം. കുട്ടി അമ്മയെ കാണാൻ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള ഈ ജീവൻ ആ പരബ്രഹ്മത്തിൽ ലയിക്കാനായിട്ട് ആഗ്രഹിക്കുക. അതാണ് നമ്മുടെ പരംപിതാവ്. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും മേളിലിരിക്കുന്ന നമുക്ക് ഈ ആത്മാവായി നമ്മൾ അമ്മയുടെ യോനിയിലേക്ക് വരുന്നത് തന്നെ അവിടെ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. നമ്മുടെ കർമ്മങ്ങളുടെ ഗതി അനുസരിച്ച് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് അവിടെ എത്തണമെങ്കിൽ ഈ കിട്ടിയ മനുഷ്യ ജന്മത്തിൽ നമുക്ക് മുൻ സുഹൃതം കൊണ്ട് മാത്രം ഭഗവാന്റെ കാരുണ്യം കിട്ടും. അപ്പോൾ നമുക്ക് ഇപ്പം മനുഷ്യജന്മം കിട്ടുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഈ രീതിയിൽ മാറി ആ തലത്തിൽ ചിന്തിച്ചാൽ മാത്രമേ അടുത്ത വരും ജന്മത്തിലെങ്കിലും നമുക്ക് മോക്ഷത്തിൻ്റെതായ പടിയിൽ ഏതെങ്കിലും ഒന്നിലോട്ട് കയറി നമുക്ക് പുരോഗമിക്കാൻ പറ്റൂ. നമ്മുടെ മനസ്സിനെ നമ്മൾ എന്താക്കണം, മുക്തിയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ മായയാവുന്ന അട്ടരാഗങ്ങളിലൊക്കെ പോയി പിടിക്കാതെ ദേഹത്തിൻ്റെ ആഗ്രഹത്തിന്, ദേഹത്തിൻ്റെ സുഖത്തിന് വേണ്ടി നമ്മളൊന്നും ചെയ്യരുത്. അതിനുള്ളിലൊരു മനസ്സുണ്ട്, അതിനുള്ളൊരു ആത്മാവുണ്ട്. അതിന് എന്താണ് സുഖം എന്നുള്ളത് നമ്മൾ ആരായണം. നമ്മൾ ഒരാളുടെ ദുഃഖം വരുമ്പോൾ അതിന് എന്താണ് കാരണമെന്ന് ആരായില്ലേ. അപ്പോൾ നമുക്ക് ജീവിത ദുഃഖം വരുന്നത് എന്തിനാണ്, നമ്മൾ എന്തിനാണ് വന്നു എന്നുള്ള ആരായനാണ്. ഇവിടെ ഒന്നും കിട്ടുന്നില്ല, ഇവിടെ പല പല പ്രശ്നങ്ങൾ വരുന്നത് എന്തുകൊണ്ട് നമുക്കറിയില്ല അല്ലേ. അപ്പം അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈശ്വര എന്നുള്ള ഒരു മന്ത്രത്തിൽ നമ്മളെ ജീവിതത്തെ കൊണ്ടുപോയി അമ്പലങ്ങളിൽ കയറി ഇറങ്ങുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും അങ്ങനെ അതിലൂടെ ഈ പറഞ്ഞ കണക്കിന് ദുരിതങ്ങളും ദുഃഖങ്ങളും പരീക്ഷണങ്ങളായി നമ്മൾ കാണണം. നമ്മുടെ ദോഷങ്ങളായിട്ട് നമ്മളത് കാണരുത്. ഭഗവാൻ കാരുണ്യവും കാണിക്കും, വൈരുദ്ധ്യത്തോടെയാണ് ഭഗവാൻ 2 രീതിയിലും ചെയ്യും. പരീക്ഷണവും നടത്തും, പരീക്ഷിച്ച് ഭക്തനെ മനസ്സിലാക്കി കറയറ്റ ഒരു ആളാക്കി മാറ്റി മുക്തി കൊടുക്കുന്നതുകൊണ്ട്, പിന്നെ സ്വഭാവം കൊണ്ട് കാരുണ്യം തോന്നി മുക്തി കൊടുക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് ഭഗവാൻ എല്ലാവരോടും ഒരുപോലെയാണ്. കൂടുതൽ ഭഗവാനെ സ്നേഹിക്കുകയും ഭഗവാൻ കാര്യങ്ങളിൽ ചെയ്യുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും, അതാണ് ഭഗവത് ചിന്തയിലെ ഏറ്റവും പ്രധാനം. കരുണ എവിടെയുണ്ടോ അവിടെ ഈശ്വരനുണ്ട്. പിന്നെ വേറെ ഒന്നിനും പോകണ്ട. അതാണ് സ്വഭാവം, പ്രവൃത്തി എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് മുജ്ജന്മ സുഹൃതം കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മളിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടെങ്കിൽ
നമ്മൾ അടുത്ത വഴിയിലേക്ക് നീങ്ങാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് കിടന്ന് പിടിക്കുകയാണെങ്കിൽ ജീവിതം പാരാവാരം തന്നെയായിരിക്കും, ദുഃഖവും തന്നെയായിരിക്കും. അതിന് യാതൊരു സംശയം ഉണ്ടല്ലോ. അപ്പം നമ്മളിപ്പോൾ ഒരു വലിയ ദുഃഖം കഴിഞ്ഞ് കുറച്ച് ആശ്വസിച്ചു എന്ന് വെച്ചോ, വീണ്ടും അടുത്ത അതായിരിക്കും. നമ്മൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം വീണ്ടും വീണ്ടും കയങ്ങളിൽ കിടന്ന് കൈകാലിട്ടടിക്കിട്ട് നമുക്ക് വരും. ഏതൊരു ആത്മാവിനെയാണോ ഭഗവാൻ പരീക്ഷിച്ചിട്ടത് മനസ്സിലാക്കുന്നത്, നിന്റെ ഉദ്ദേശം വേറെയാണ്, നീ അതിലേക്ക് നീങ്ങൂ എന്നാണ്, ഉദ്ദേശം വേറെയാണ്, നീ അതിലേക്ക് നീങ്ങൂ എന്നാണ് നമുക്ക് മുന്നറിയിപ്പ് തരുന്നതാണെന്ന് മനസ്സിലാക്കി ആ ആപത്തുകളെ, ആ അവസ്ഥകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനോട് നന്ദി പറയണം. എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നുകൊണ്ടാണല്ലോ ഭഗവാൻ എനിക്ക് ഇങ്ങനെ ചിന്തിക്കാൻ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ ഉണ്ടായതും എനിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. വേറെ ആർക്കും ഒന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിലും സ്വയം നമ്മൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ മൃഗതുല്യമായി ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണില്ലേ? കാമത്തിനും മോഹത്തിനും ദാഹത്തിനും വേണ്ടി നമ്മൾ എത്രയോ കുടുംബങ്ങളെ ആയിരിക്കും നമ്മളൊരു ചെറിയ ചീത്തയായ ചിന്ത കൊണ്ട്. പക്ഷേ നമ്മുടെ ഈ തന്നിരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളും മനസ്സുകൊണ്ട് നമുക്ക് പ്രകൃതിയെ ഇങ്ങനെ ആസ്വദിക്കാം. സൗന്ദര്യം, അതിലെ ഗുണങ്ങൾ, അതിലെ വർണ്ണങ്ങൾ, അതിലെ ഭാവങ്ങൾ, അതിലെ രൂപങ്ങൾ, അതിലെ സ്വഭാവങ്ങളെല്ലാം നമുക്ക് ഓരോന്നായി നോക്കി മനസ്സിലാക്കി നമ്മൾ പ്രകൃതിയെ സ്നേഹിച്ചു തുടങ്ങും. നമുക്കുള്ള ദുഃഖങ്ങൾ ഒരുപാട് കുറയും. നമുക്ക് പിന്നെ ചിന്ത അതിലേക്കാവും. എന്തെല്ലാം വിഷമതകൾ ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സ് ഒന്ന് മാറി ചിന്തിച്ചു തുടങ്ങിയാൽ പിന്നെ നമുക്ക് ദുഃഖങ്ങളില്ല എന്നാണ് പറയുന്നത്. ഇതൊന്നും ദുഃഖമല്ല, ഇതൊക്കെ നമ്മളെ മനസ്സിലാക്കി തരുന്നതാണ്. നമ്മുടെ ആത്മാവാകുന്ന ഈശ്വരൻ തന്നെ നമ്മുടെ ശരീരത്തിലിരുന്നു കൊണ്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന അവസരങ്ങളായിട്ട് കണ്ട് അതിനനുസരിച്ച് നമ്മുടെ ജീവന മുക്തിയിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ പുരോഗമനപരമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതാണ് ഇപ്പോൾ അംഭോജ സംഭവനെ കുറിച്ച് പറയുമ്പോൾ ബ്രഹ്മദേവന് 100 സംവത്സരം ഇതിന് വേണ്ടി വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം, ഇല്ലേ? ഇപ്പോൾ മനുഷ്യരെ നമ്മൾ മോഹത്തിൽപ്പെട്ട നമ്മൾ എങ്ങനെ കരകയറും? ഭഗവത്കാരുണ്യം ഉണ്ടാവണം. ഭഗവത്കാരുണ്യം ഉണ്ടാവാൻ എന്ത് വേണം? നാമസങ്കീർത്തനം ഉണ്ടാവണം. നാമസങ്കീർത്തനം എങ്ങനെയാവണം? ജപസാധനയാവണം. നിസ്സാരമായി കളയാതെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന ഭാഗമായി മാറ്റുക നാമസങ്കീർത്തനം. അങ്ങനെ ആ നാമസങ്കീർത്തനത്തിലൂടെ മാത്രമേ നമ്മുടെ മനസ്സിനെ നമുക്ക് ഏകാഗ്രതയിൽ കൊണ്ടുവരാൻ പറ്റൂ. അങ്ങനെ ഏകാഗ്രത ഉണ്ടെങ്കിലേ നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങാനും തോന്നുള്ളൂ. കുറച്ചു നേരമെങ്കിലും നമുക്ക് കണ്ണടച്ചിരിക്കുമ്പോൾ എന്തൊരാശ്വാസമാണ്. എല്ലാ പ്രശ്നങ്ങളെയും വിട്ട് നമ്മൾ കുറച്ചു നേരം ഒന്ന് കണ്ണടച്ചിരുന്ന് നോക്കും. എല്ലാവരും ഇരുന്ന് നോക്കും. നമ്മുടെ സർവത്ര പ്രശ്നങ്ങൾക്കും പരിഹാരമാവും. അതിന് ഉത്തരം തരാൻ കഴിവുള്ള ആളുള്ളിലിരിക്കുന്നു എന്നൊരു വിചാരം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ നമ്മുടെ ആവശ്യങ്ങളൊന്നും നമ്മൾ ചെയ്യണ്ട, അത് ചെയ്തോളും. എന്താണ് ഈ മനുഷ്യജന്മത്തിൽ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് അറിയുന്നത് ആ ആത്മാവാണ്. ആ ആത്മാവിന് അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. മനുഷ്യനായ നമ്മുടെ കണ്ണും കൈയും കാലും പ്രവൃത്തികളൊക്കെ, ആ ഇന്ദ്രിയങ്ങളൊക്കെ നമ്മൾ അതിനു വേണ്ടിയാണ് ഉപയോഗിക്കാൻ. അല്ലാതെ മറ്റുള്ളവരെ നശിപ്പിക്കാനും അവരുടെ പിടിച്ചു പറിക്കാനും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷങ്ങൾ കണ്ട് വെറുക്കാനും അവരെ അസൂയപ്പെടാനും ഒന്നുമല്ല നമ്മൾ പഠിക്കേണ്ടത്. നമുക്ക് നല്ലത് പറയാൻ പറ്റില്ലെങ്കിൽ മോശമായിട്ടൊന്നും പറയാതിരിക്കുക. കൂടുതൽ നമ്മൾ അധികം സംസാരിക്കാം. വാചാലമായി സംസാരിക്കാം. നമുക്ക് സംസാരിക്കാനുള്ള വിഷയങ്ങൾ ഇതാണ്. ഇതിൽ ഇഷ്ടം പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റും. നേരെ മറിച്ച് വെറുതെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പ് സംസാരിച്ചാലോ നമ്മുടെ എനർജി നഷ്ടപ്പെടും. നമ്മുടെ നല്ല കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമ്മുടെ എനർജി കൂടും. നമുക്കൊരിക്കലും ഒരു ദോഷവും വരില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ പറഞ്ഞതുപോലെ അംഭോജ സംഭവം അനുഭവിച്ച് ഈശ്വരനായിട്ട് പോലെ അനുഭവിച്ച അതുപോലെ ഒരു അനുഭവം എന്നിലുണ്ടാക്കല്ലേ. അങ്ങയുടെ മായ എന്നെ അതിലിട്ട് കുരുക്കല്ലേ. എന്നെ നേരായ മാർഗത്തിലേക്ക് മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കാൻ എന്നെ അനുവദിക്കണേ. ഹരിനാരായണ, അങ്ങേക്ക് നമസ്കാരം. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ മനുഷ്യജന്മത്തിൽ കിട്ടിയ ജീവിത സൗകര്യങ്ങളൊക്കെ അതിനെ നമ്മൾ ഈശ്വരൻ്റെ തന്നിരിക്കുന്ന ഏത് അവസ്ഥകളായാലും അത് ഈശ്വരൻ നമ്മെ എന്തോ ഒന്ന് പഠിപ്പിക്കാനാണ് തരുന്നതെന്ന് മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഇന്ദ്രിയങ്ങളെയൊക്കെ നമ്മുടെ ജീവൻ്റെ മുക്തിക്കായിട്ടുള്ള കാര്യങ്ങളിലെ ആദ്യത്തെ പടിയായിട്ട് നമുക്ക് കൊടുക്കാം. നമുക്ക് നാമസങ്കീർത്തനം, സത്സംഗം, കഥകൾ കേൾക്കുക, പുസ്തകങ്ങൾ പാരായണം ചെയ്യുക, നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ച് വീണ്ടും വീണ്ടും വായിക്കുക. വായിച്ച് നമുക്കതിൽ നിന്ന് ആത്മസംതൃപ്തി നേടുക. അതാണ് ഇവിടുത്തെ മുക്തി. അപ്പോൾ ഈ ആത്മസംതൃപ്തി കിട്ടുന്നവർക്ക് പിന്നെ ഈ ഭൂമിയിൽ എന്തൊക്കെ വന്നു കൂടിയാലും ഇല്ലെങ്കിൽ അവരത് കഴിഞ്ഞു പോകും. അവർ ഇതുമായിട്ട് ബന്ധപ്പെടില്ല. എന്നാൽ മറ്റുള്ളവർക്ക് തോന്നും അവർ ബന്ധപ്പെട്ട് നടക്കുകയാണെന്ന്. ഇല്ല, നമുക്ക് പിന്നെ മറ്റൊന്നിലും ഒരു അനാവശ്യമായ ചിന്തകളോ ആഗ്രഹങ്ങളോ ഒന്നും ഉണ്ടാവില്ല. തൃപ്തിയാവും മനസ്സിൻ്റെ തൃപ്തിയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പഠിക്കുന്നവർ മറ്റ് സമ്പത്തുകളിലൊന്നും തലയിടാൻ പോവില്ല. അതൊക്കെ നമുക്ക് അല്പസുഖങ്ങളെ തരൂ, അത് വീണ്ടും നമ്മെ ചതിക്കും എന്ന് മനസ്സിലാക്കുന്നതാണ് നമ്മുടെ മുക്തി. അപ്പോൾ ആ മുക്തിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം.
ഭഗവാനേ കൃഷ്ണ, ഗുരുവായൂരപ്പ, ഞങ്ങളെ നേർവഴിക്ക് നയിച്ച് നമ്മളിരിക്കുന്ന ഈ ജീവന് മുക്തിയുണ്ടാവാനുള്ളൊരു ഉപായം തന്ന് ഞങ്ങളെ ഈ ജന്മത്ത് അതിന് കരകയറ്റി തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ആഴ്ച അടുത്ത ശ്ലോകവുമായി ഞാൻ വരുന്നതാണ്. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണ. അംഭോജ സംഭവനുമൻപോടു നീന്തിബദ സമ്മോഹവാരിധിയിലെന്നേട ഓർത്തു മമ വൻപേടി പാരമിതു നമ്മോടടായ്വതിന് മുമ്പേ തൊഴാമടികൾ നാരായണ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണ.